നഗലോട്ട് എണീച്ചേ. എന്തെന്നോ? നഗലോട്ടനൊന്ന് എണീക്കാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നാ നിന്റെ പ്രശ്നം? നഗലോട്ടനൊന്ന് എണീക്കുന്നുണ്ടോ? പറ. അമ്മ എന്നോട് മിണ്ടുന്നില്ല. മിണ്ടുന്നില്ലേ? നഗലോട്ട ഇങ്ങനെയാന്ന് കാര്യങ്ങൾ പോക്കെങ്കിൽ എനിക്കിടെ നിൽക്കാൻ പറ്റൂലേ? അതല്ല എനിക്കത് തോന്നാന്ന്. കുഞ്ഞുങ്ങളുണ്ടാവത്തേന് ദേശം അല്ലെങ്കിൽ എപ്പോഴും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് എന്നെ തീർക്കല്. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തെ അവസ്ഥ തന്നെ. ഇന്നലെ നകുലേട്ടൻ എന്നോട് ഒന്നും മിണ്ടാണ്ടാ പോയി കിടന്നുറങ്ങിയത്. നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു കുഞ്ഞിനെ കണ്ണൂന്ന്. എടി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ കുറെ ആലോചിച്ചു നകുലേട്ടാ, നമുക്കൊരു ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണിക്കുന്നൊക്കെ നല്ല കാര്യമാണ്. ആരെ കാണിക്കുക? ഇവളുടെ ഒരു കൂട്ടുകാരുണ്ട് കണ്ണൂര്. ഓരോ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷമായിന് പോലും. ഓക്ക് കുറെ നാള് ട്രീറ്റ്മെന്റ് ഉണ്ടായിന്നാ പറഞ്ഞത്. ഓള് ഫേസ്ബുക്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് കണ്ടിനമ്മേ. ഓരെ കാണാൻ പോയല്ലെന്ന് ആലോചിക്കുന്ന. അതിനെന്താ ഇത്ര ആലോചിക്കാനുള്ള? നിങ്ങൾ വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് ഓളെ വിളിച്ചോക്ക്. പിന്നെ നിങ്ങൾ പോകുമ്പോ കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോട്ടോ. ആ, ഇതന്നല്ലേ? ആ, ഇത്. വാ. എത്ര നാളായി? എന്തല്ല? കൊറേയായില്ലേ കണ്ടിട്ട്? ആ, കൊറേയായി. നിനക്ക് സുഖല്ലേ? പരമസുഖം. അച്ഛനേടാ? അച്ഛനകത്തുണ്ട്. വാ. ആ, വരുന്നു. അച്ചായാ, ആ ദാ ഗസ്റ്റ് എത്തി. ഹായ്. നമസ്കാരം. ഹായ് സ്റ്റീഫൻ. നകുലൻ. നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ആ, നീ മംഗളത്തിന് ക്ഷണിക്കാത്തതിനെ പറ്റിയാ കൂടുതൽ പറയല്. ആ, നിന്റെ വീട്ടിൽ വിളിച്ചിനല്ലോ. വീട്ടിൽ വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ അവിടെ കയറ്റുവാ. അല്ല, കുഞ്ഞു കൊടുത്തു. അകത്തുണ്ട്, വാ. വാ. വാടാ. നമ്മുടെ ഇടയിൽ തന്നെ കുറെ പേര് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ മുക്കിലും മൂലയിലും ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് മുളച്ചു വരുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി എത്ര പേരാ ഒരു കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പേപ്പറിൽ നിന്ന് ഗവൺമെന്റിന്റെ അമ്മയും കുഞ്ഞും പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. അവിടം വരെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാന്ന് വെച്ചു. വർക്കൗട്ട് ആവുന്ന കണ്ടപ്പോൾ ഞങ്ങളതങ്ങ് ട്രൈ ചെയ്തു. ആടെ പോയതിനേശാ നമുക്ക് ഇവനെ കിട്ടിയേ. അവിടെ ഒരു രാജീവ് ഡോക്ടർ ഉണ്ട്, നല്ല ഡോക്ടറാണ്. വാ. ഒക്ടോബർ മാസം പേടിക്കൊന്നും വേണ്ട. കൗണ്ട് വേണ്ട, വളർച്ചയ്ക്ക് നോർമലായിട്ടുണ്ട്. എത്ര മെഡിസിൻ എടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടറെ. ഒരു കുഞ്ഞിക്കാല് കാണുന്ന പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേരും, അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ റിസൾട്ട് ഇത്ര പോസിറ്റീവ് ആയത്. ഇനി എന്താ വേണ്ടേ? ഇന്നധികം തിരക്കില്ലാന്ന് തോന്നുന്നു. ചെലവുണ്ട് കേട്ടോ. അതിനല്ലേ വന്ന് പോയി കണ്ടിച്ചു. ആ, ഇനി അടുത്ത മാസം കാണാം. ശരി, ഓക്കെ. ശരി. നിങ്ങളെല്ലാം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 4-5 കൊല്ലമായിട്ടുള്ളൂ. ആ പോയ ആൾക്കാരില്ലേ 20 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിക്കുന്നു. 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ ഇത്രയും പേടിക്കണോ? അല്ല, നാട്ടുകാരുടെ ചോദ്യം സഹിക്കാൻ പറ്റാണ്ട്. അപ്പോ കുട്ടി ആർക്കാ വേണ്ടത്? നാട്ടുകാർക്കോ അതോ നിങ്ങൾക്കോ? നമുക്ക് തന്നെ. ആ, ആണല്ലോ. ഉറപ്പിച്ചോ? നാട്ടുകാരുടെ വായടപ്പിക്കാനുള്ള മരുന്നൊന്നും ഹോമിയോയിലില്ല. പിന്നെ നിങ്ങൾക്കൊരു കുട്ടിയാണ് ആവശ്യമെങ്കിൽ അതിന് നല്ല മധുരമുള്ള ഗുളിക ഞാൻ തരും. നാട്ടുകാരുടെ പ്രശ്നോർത്ത് ഓവലേഷൻ ചാർട്ട് നോക്കി ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് നടക്കണം. എടോ, അതിൻ്റെ ഒരു രീതിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
ഓ ആ അപ്പൊ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ ഫസ്റ്റ് എഴുതരുന്ന മെഡിസിൻ എന്താണെന്നറിയോ? എന്നാ ഒളിച്ചോട്ടം. എടോ നകുല, ഈ നാടും വീടും ജോലിയൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടേലും പൊക്കോളുക. ടെൻഷനും മറ്റെല്ലാ കമ്മിറ്റ്മെന്റ്സും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം. അപ്പൊ നിങ്ങളുടെ മനസ്സും ശരീരവുമല്ല ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കും. അപ്പോ ഒളിച്ചോടല്ലേ? ഇനി എന്തിനാ എത്രമാത്രം ആലോചിക്കുന്നത്? പോയി അടിച്ചു പൊളിക്കണോ? അല്ല, ഈ ഫസ്റ്റ് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഇവിടെ വന്നാൽ മതി. ശാലിനി, സുരേഷേട്ടാ ആളെ മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുട്ടികളില്ലാത്ത. ഇപ്പൊ മനസ്സിലായി. ജോലി പുറത്തായ കൊണ്ടേ നാട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അല്ല, രാജമേച്ചി വന്നിട്ടില്ലേ? പരിപാടി ആകുമ്പോൾ ലേറ്റ് ആവുമല്ലോ. പിന്നെ അമ്മ ബൈക്കിനാന്നേ വന്നേ. ബൈക്കൊക്കെ മാറ്റി കാറ് വാങ്ങണ്ടേ? ആള് കൂടുമ്പോ അങ്ങനല്ലേ വേണ്ടത്. കാറൊക്കെ നല്ലതാ, പക്ഷെ ലോണ് വല്ലാത്തൊരടവാ. ലോണൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ? ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ പാടി നടക്കണ അല്ലേ നകുല? അതെ അതെ അതെ. അല്ല, നിങ്ങളിങ്ങനെ നടന്നാ മതിയാ? ഒരു കുഞ്ഞുവാവൊക്കെ വേണ്ടേ? അത് നമ്മ ഇപ്പോഴേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുഞ്ഞലായാലില്ലേ, നമുക്കിതുപോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മ എൻജോയ് ചെയ്യേണ്ട സമയല്ലേ അല്ലേ? ശരിയേ? അതെ, ഈ ബൈക്കിൽ തൊട്ടുരുമ്പി പോകുമ്പോ കിട്ടുന്ന സുഖമില്ലേ, അത് കാറിൽ പോയി കിട്ടൂല. അതാണേ. പോട്ടെ. അപ്പൊ എന്റെ ഫസ്റ്റ് മെഡിസിൻ ഏറ്റു. ആൾക്കാരെ ഓടിക്കാൻ പഠിച്ചില്ലേ? നന്നായി. നമ്മുടെ മനസ്സിനൊരു ബലം വേണം, അന്നേരം എടുക്കുന്ന മെഡിസിന് ഗുണം കിട്ടും. ഇനി രണ്ടുപേർക്കും ഓരോ ടെസ്റ്റോടുണ്ട്. ടെസ്റ്റ് ഞാൻ എഴുതി തരാം. വലിയുണ്ടോ? സ്മോക്കിംഗ് ഉണ്ടോന്ന്? സ്മോക്കിംഗ് ചെറുതായിട്ട്. ആ, സ്മോക്കിംഗ് കൗണ്ട് കുറയ്ക്കും. ഏതായാലും ടെസ്റ്റ് വരട്ടെ. കൗണ്ട് കുറവാണെങ്കിൽ വലിയ നിർത്തേണ്ടി വരും. എന്താ നിർത്തിയറേ? ഒരു ഗുണവുമില്ല. പറഞ്ഞു കൊടുക്ക്. അപ്പൊ പറഞ്ഞ പോലെ. എടാ, സിഗരറ്റ് വലിച്ചാൽ കുറയെങ്കിൽ ശുക്കൂറിനെ കുറയണ്ടേ? ഓനി വലിക്കുന്നവരും കൂടുതലേന്ന്. ഡാ, അടുത്ത വിത്തിറക്കണ്ടേ? ആദ്യം ഇവന്റെ വിത്തൊന്ന് പിടിക്കട്ടെ. ഒരു പൊഫോട്ടെ. എടാ നൗല, വലിയ നിർത്താണെ തന്നെ കൗണ്ട് ഉണ്ടെന്ന് ഞമ്മക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഇനി എന്തിനാ തെളിയിക്കുന്നത്? എനിക്ക് ഓൾറെഡി 4 ഔ ശരിയാണല്ലോ. എന്നാ ഈ തെളിക്ക് ഇന്റെ കൗണ്ട് കണ്ടിട്ട് ആ ഡോക്ടറെ കണ്ണു കളണം. അല്ലടാ എത്തോ? നീ പറഞ്ഞ കറക്റ്റാടാ. എടാ, ഈ ഞമ്മളെയും കൂടി പ്രശ്നം. അതുകൊണ്ട് നീ ഒരു കണക്കിന് വിട്ടുകൊടുക്കരുത്. കട്ട കേൾക്കണം. നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുത്തടാ. ബാക്കി അമ്മ വരുന്നിടത്ത് വെച്ച് കാണാം.